ഇന്ന് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായ ഏരിയ നോക്കാം. പല ഷേപ്സിൻ്റെയും ഏരിയ കാണാനുള്ള ഇക്വേഷൻസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതായത് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ താഴെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്താണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ മെഷർമെൻ്റ് ആണ്. സോ ഈ രണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. ഹൗ ടു ഡ്രോ റെക്റ്റാങ്കിൾ ഓഫ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ, അതായത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള ഒരു റെക്റ്റാങ്കിൾ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര കിട്ടണം? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടണം. 12 കിട്ടണമെങ്കിൽ നമുക്ക് ലെങ്ത്ത് 4ഉം ബ്രെഡ്ത്ത് 3യുമായിട്ട് എടുത്താൽ 4 × 3 12 കിട്ടും. സോ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതായത് ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിളാണിത്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 4 × 3 ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്ററും കൂടി എടുത്താലും അതിൻ്റെ ഏരിയ, ഫോർ എക്സാമ്പിൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് 6 × 2 ദാറ്റ് ഈസ് ഓൾസോ 12. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്താണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ലെങ്ത്ത് 12ഉം ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ നോക്കാം. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 12 × 1 ദാറ്റ് ഈസ് 12 തന്നെയാണ്. സോ ഈ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ എന്താണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഹൗ ടു ഡ്രോ റെക്റ്റാങ്കിൾ ഓഫ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് 1 സൈഡ് 8 സെൻറ്റിമീറ്റർ, അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്ററും ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററും ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ എത്ര വരണം? 12 വരണം. ലെങ്ത്ത് ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണല്ലോ. സോ ലെങ്ത്ത് നമുക്ക് 8 എന്നെടുക്കാം ഇൻറ്റു ബ്രെഡ്ത്ത്. 8ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടേണ്ടത്? 8ൻ്റെ കൂടെ 1.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്. സോ ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ആണ്. സോ റെക്റ്റാങ്കിൾ ഇങ്ങനെ വരും, അതായത് 8 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1.5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിളാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 8 × 1.5 ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഹൗ ടു ഡ്രോ ട്രയാങ്കിൾ ഓഫ് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്, അതായത് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ബേസിന് ഓപ്പോസിറ്റുള്ള കോർണറിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനായിരിക്കും ഹൈറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ബേസ് ആയിട്ട് എടുക്കാം. ആ ഏത് സൈഡാണോ ബേസ് ആയിട്ട് എടുക്കുന്നത് ആ ബേസിന് ഓപ്പോസിറ്റുള്ള കോർണറിൽ നിന്നും ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനായിരിക്കും ഹൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഈ സൈഡ് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ ഇതാണ്. അതിൽ നിന്നും ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനായിരിക്കും ഹൈറ്റ്. അതേപോലെ ഈ സൈഡ് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനായിരിക്കും ഹൈറ്റ്. നമുക്ക് ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടേണ്ടത്. 12 കിട്ടണമെങ്കിൽ നമ്മൾ ബേസ് ഹൈറ്റും എത്ര എടുക്കണം? ബേസ് 4ഉം ഹൈറ്റ് 6ഉം എടുക്കുകയാണെങ്കിലോ 4 × 6 24, 24/2 12 ആണ്. സോ ബേസ് 4ഉം ഹൈറ്റ് 6ഉമായിട്ട് എടുത്തുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? ബേസ് 4 സെൻറ്റിമീറ്ററും ഹൈറ്റ് 6 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇനി മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ബേസ് 6 സെൻറ്റിമീറ്ററും എടുക്കുക, ഹൈറ്റ് 4 സെൻറ്റിമീറ്ററും എടുക്കുക. അപ്പോൾ എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 6 × 4. 6 × 4 24 ആണ്. 24/2 12 കിട്ടും.
അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതായത് ബേസ് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 4 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു ട്രയാങ്കിളും വരച്ചാലും അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. How to draw triangle of area 12 square centimeters and one side must be 8 centimeter. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കണം, കൂടാതെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡ് ബേസ് ആണെന്ന് അസ്യൂം ചെയ്യാം. നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം. സോ ഏരിയ എത്ര വേണം? 12 ആയിരിക്കണം. സോ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. 8/2 4 ആണ്. 4 ഇൻറ്റു എത്രയാണ്? 12. 4 ഇൻറ്റു 3 ആണ്. സോ ഹിയർ ഹൈറ്റ് ഈസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതായത് ബേസ് 8 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3. 8 ഇൻറ്റു 3 24. 24/2 12 ആണ്. സോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി മറ്റൊരു ട്രയാങ്കിൾ കൂടി വരയ്ക്കാമല്ലോ. അതായത് ബേസ് 8 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. അതുപോലെ ബേസ് 8 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്ററും ആയിട്ട് ഇങ്ങനെയും ട്രയാങ്കിൾ വരയ്ക്കാം. ഈ 3 ട്രയാങ്കിളിൻ്റെയും ബേസ് 8 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്ററുമാണ്. സോ ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ സെയിമാണ്, ബേസ് സെയിമാണ്, പക്ഷേ സൈഡ്സ് ഈക്വൽ അല്ല. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, ഇവയുടെ ടോപ്പ് വെർട്ടിസസ് ഒക്കെ ഒരു ലൈനിലെ പോയിൻറ്റ്സ് ആണ്. അതായത് ഈ ടോപ്പ് വെർട്ടിസസ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ ഫോം ചെയ്യുന്നു. ഈ ലൈൻ ആവട്ടെ ഈ ബേസിന് പാരലലുമാണ്. സോ നമുക്ക് പറയാം, ഓൾ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ ഹാവ് ദെയർ തേർഡ് വെർട്ടിസസ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. അതായത് ഒരേ ഏരിയയും ഒരേ ബേസുമുള്ള എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ടോപ്പ് വെർട്ടിസസ് ഒരു ലൈനിലായിരിക്കും. ആ ലൈന് ബേസിന് പാരലലുമായിരിക്കും. ഇതൊന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാലോ. ഓൾ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് ദ തേർഡ് വെർട്ടിസസ് ഓൺ എ ലൈൻ പാരലൽ ടു ബേസ് ഹാവ് സെയിം ഏരിയ. അതായത് ഒരേ ബേസും തേർഡ് വെർട്ടിസസ് ബേസിന് പാരലായിട്ടുള്ള ലൈനിലുമുള്ള ട്രയാങ്കിൾസിൻ്റെ ഏരിയ സെയിം ആയിരിക്കും.